ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം. കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കാണ് DGP നിർദ്ദേശം നൽകിയത്. കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണമാണ് നടക്കുക. A.V. ജയശങ്കർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനൊരു വിവാദം ഉയർന്നു വന്നത് ആസൂത്രിതമായ ഗൂഢാലോചന എന്നുള്ളതാണ് ഇ.പി. ജയരാജന്റെ പരാതി. അതിൽ പ്രാഥമിക അന്വേഷണം നടക്കാൻ പോകുന്നു. DGPക്ക് നൽകിയ പരാതി കോട്ടയത്തേക്ക് കൈമാറുകയാണ്, ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുകയാണ് DGP. എന്തൊക്കെ കാര്യങ്ങൾ ഈ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി വരും, ജയശങ്കർ? അതായത് റീജിത്ത്, ഇ.പി. ജയരാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ദിവസം തനിക്കെതിരെ ഒരു വ്യക്തമായ ഒരു ഗൂഢാലോചന നടന്നു. ഈ ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്നാണ് നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ DC ബുക്കിന്റെ പേരോ മറ്റോ ഇതോ ഇല്ല. മാധ്യമ വാർത്തകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഗൂഢാലോചന നടന്നു എന്ന വാദം ഇ.പി. മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയത്തിലാണ് നിലവിൽ ഇദ്ദേഹത്തിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവി കോട്ടയം SP-ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണമായിരിക്കും പോലീസ് ആദ്യഘട്ടത്തിൽ നടക്കുക. പ്രാഥമിക അന്വേഷണത്തിൽ ലഭിക്കുന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയാൽ ആ ഘട്ടത്തിൽ ഇത് കേസെടുത്ത അന്വേഷണം എന്ന തരത്തിലേക്ക് പോലീസ് നീങ്ങും. എന്തായാലും നിലവിൽ പോലീസ് കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണത്തിലേക്ക് ആയിരിക്കും കടക്കുക. കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഇതിനുവേണ്ട നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ശരി, A.V. ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.